മഴ സമയത്ത് വന്ന് കാണുവാണെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥലം കണ്ടിട്ട് എല്ലാവരും അപ്പോഴേ ഇവിടുന്ന് കരയും. അതുപോലെ വെള്ളം വരുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് വീട് കെട്ടിത്തരാമെന്ന്. ആരും ചെയ്തിട്ടില്ല ഇതുവരെ. പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തുകാരും പറയുന്നുണ്ട്. ആരും ഇതുവരെയും ചെയ്തു തന്നിട്ടില്ല. പത്തനംതിട്ട അരുവാപ്പുലം പഞ്ചായത്തിലെ കോട്ടാമ്പാറയിലാണ് നമ്മളുള്ളത്. ഇവിടെ ആദിവാസി ഉന്നത വീടുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ കെട്ടിത്തൂക്കിക്കല്ലോ. ഓമനമ്മ എന്താ ഇവിടെ LDF-ന്റെ ഒക്കെ കെട്ടിത്തൂക്കിക്കല്ലോ നിങ്ങൾ? എല്ലാം കയ്യിൽ കിട്ടുന്നത് കെട്ടിത്തൂക്കുക. ആണോ? കോൺഗ്രസ്സുകാരൊന്നും കിട്ടിയില്ലേ? കോൺഗ്രസ്സുകാരെയും കിട്ടി. എന്താ കെട്ടിത്തൂക്കാത്ത? അത് കെട്ടിത്തൂക്കിയില്ല. അതിപ്പോ എന്റെ കൈ കിട്ടിയതേ ഉള്ളൂ. ആണോ? എന്താ വീടൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുന്ന? വീട് വെച്ച് തന്നില്ലേ? നമുക്ക് വീടും വെച്ച് തന്നില്ല, കൂടും വെച്ച് തന്നില്ല, സ്ഥലമേ എഴുതി തന്നിട്ടില്ല, സ്ഥലവും വീഴ്ച തന്നിട്ടില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ പുറമ്പോക്കൽ വെട്ടി തെളിച്ച് താമസിക്കുക. ഇവിടെ ആരൊക്കെ താമസിക്കുന്നത്? ഇവിടെ ഞാനും എൻ്റെ മോനും എൻ്റെ ഭർത്താവും. ഇവിടെയാണ് ഓമനമ്മ താമസിക്കുന്നത്. ഈ വീടിൻ്റെ ഇതൊക്കെ വെറും മണ്ണാണ്, ചാണകം തേച്ചിട്ട് പോലുമില്ല. അടുക്കളൊന്നും പ്രത്യേകമായിട്ടില്ല. അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും. അപ്പുറത്തൊരു നായി കിടക്കുന്നുണ്ട്, അത് പ്രസവിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്നുമില്ല. നായും ഈ വീട്ടിലെ 3 ആളുകളും ഒക്കെ ഈ ഒരു കൂരയിലാണ് താമസിക്കുന്നത്. മഴ സമയത്ത് വന്ന് കാണുവാണെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥലം കണ്ടിട്ട് എല്ലാവരും അപ്പോഴേ ഇവിടുന്ന് കരയും. അതുപോലെ വെള്ളം വരുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് വീട് കെട്ടിത്തരാമെന്ന്. ആരും ചെയ്തിട്ടില്ല ഇതുവരെ. പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തുകാരും പറയുന്നുണ്ട്. ആരും ഇതുവരെയും ചെയ്തു തന്നിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ആളുകൾ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട്. എന്ത് സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞാലും ഇവർക്ക് ജീവിക്കണ്ടേ? ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണ്ടേ? ഒരു നല്ല അടച്ചുറപ്പുള്ള സ്ഥലത്ത് താമസിക്കണ്ടേ? ഇതാ ഈ വീടിൻ്റെ അടച്ചുറപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ തുണി മാത്രമാണ്. ഈ തുണി മാത്രമാണ് ഈ വീടിൻ്റെ അടച്ചുറപ്പ്. ഇങ്ങനെ അല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയണ്ടേ? ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് ഇവരെ. കോൺഗ്രസ്സുകാരാ അല്ലേ? പട്ടയം, വീട്ടിന് പട്ടയം വേണം. പട്ടയം ഉണ്ടെങ്കിലേ അവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പട്ടയം ഇല്ലാതെ കാരണം ആരും ഒന്നും ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വിഭാഗമാണ്. അവിടെ നമുക്കറിയാം എല്ലാ ആദിവാസി ഉന്നതികളിലും ഇതൊക്കെ തന്നെയാണ്. കൈവശരേഖ, പട്ടയം അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരു വീട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുകയല്ല. കാരണം നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. ഒന്നുകിൽ പട്ടയം കൊടുത്തൂടെ? പട്ടയം കൊടുക്കണം, കൈവശ രേഖ കൊടുക്കണം, പട്ടയം കൊടുക്കണം. എന്ത് സാങ്കേതികത്വം പറഞ്ഞാലും ആളുകളെ ഇങ്ങനെ ജീവിക്കാൻ വിടരുത്. മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കിയേ മതിയാവുള്ളൂ. പഞ്ചായത്തിനും പഞ്ചായത്ത് അംഗത്തിനും എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് അന്വേഷിക്കാം. ഉന്നതിയിലെ നമ്മൾ മഹാഭൂരിപക്ഷം വീടുകളും ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മൾ നല്ല വാസയോഗ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 കുടുംബത്തിന് വനാവകാശം ഇല്ല, കൈവശ രേഖ അവർക്കില്ല. അതാണ് അവർക്ക് വീട് കൊടുക്കാൻ പറ്റുന്ന ഒരു തടസ്സം. അതിപ്പോൾ അടൂർ RDOയുടെ മേശപ്പുറത്തുണ്ട് സംഭവം. എന്തായാലും വലിയ താമസമില്ലാതെ തന്നെ അവർക്ക് ആ വനാവകാശ നിയമം കിട്ടും എന്നാണ്. RDO തീരുമാനമെടുത്താൽ മതി, കിട്ടും. ഈ ഭൂമിയുടെ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിച്ച്, ആരാണോ അത് ചെയ്യേണ്ടത് അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട് കൊടുക്കുക എന്നത് മാത്രമാണ് മുന്നിലെ പോകാൻ വഴി. ആ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് കൊടുക്കാൻ തന്നെ കൊടുക്കണം. തീർച്ചയായിട്ടും കൊടുക്കും. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു. അരുവാപ്പുലത്ത് നിന്ന് പത്തനംതിട്ടയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്.